ഹലോ യൂട്യൂബ് ഫാമിലി. ഇന്ന് നമ്മൾ എക്സ്ട്രാ മറിറ്റൽ അഫെയർ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ സങ്കല്പിക്കുക. കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് മറന്ന് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ സങ്കല്പിക്കുക. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. മദർ യൂണിവേഴ്സ്, എൻ്റെ യൂട്യൂബ് കാണുന്ന വ്യൂവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ക്ലയൻസ്, എൻ്റെ സോൾ ട്രൈബ്, ഇവരുടെ പേഴ്സൺ ഇവരോടുള്ള ഫീലിംഗ് എന്താണ്? ഞാനിവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ടാരറ്റ് ഡെക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള ഫീലിംഗ്. യൂണിവേഴ്സ്, 10 ഓഫ് കപ്സിന്റെ ക്ലാരിഫിക്കേഷൻ, സൺ കാർഡ് അതിന്റെ ക്ലാരിഫിക്കേഷൻ, 3 ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്, അതിന്റെ ക്ലാരിഫിക്കേഷൻ വരുന്നത് 7 ഓഫ് വോൺസ്, അതിന്റെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുള്ളത് 6 ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, അതിന്റെ ക്ലാരിഫിക്കേഷൻ ഹാങ്ഡ് മാൻ, അതിന്റെ ക്ലാരിഫിക്കേഷൻ ടെമ്പറൻസ്. ഓവറോൾ എനർജി 5 ഓഫ് കപ്സ്. ഇതാണ് ഓവറോൾ എനർജി. കാണാലോ അല്ലേ? ഓക്കെ, ഓവറോൾ എനർജി. അപ്പൊ ഇവിടെ എനിക്ക് മനസ്സിലാവുന്ന എന്താന്ന് വെച്ചാൽ, നിങ്ങൾ വിരഹഗാനം പാടിയിരിക്കുകയാണല്ലേ, ആ പേഴ്സൺ വിരഹഗാനം പാടിയിരിക്കുകയാണ് എന്നാണ്. കൂടുതലും വിരഹഗാനം അല്ലെ വിഷമത്തോടെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ എന്തോ ഒരു വിഷമ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ആ പേഴ്സൺ ഹേർട്ട് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ പേഴ്സൺ ഒരു റിഗ്രറ്റ് ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പിന്റെ അകത്ത് വന്നിട്ടില്ല കേട്ടോ. നിങ്ങളിൽ ഒരാൾ മാത്രം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് മേ ബി എന്താ പറയാ, നിങ്ങൾക്ക് ഒരു ഫാമിലി കൈൻഡ് ഓഫ് ഒരു ബോണ്ടിങ് വന്നിട്ടുണ്ടാവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർക്കും ഒരു ഫാമിലി ഉണ്ട്. അവരുടെ ഫാമിലി അല്ലെ കുട്ടികളൊക്കെ ഒരു തേർഡ് പാർട്ടി ആയിട്ട്, ഫാമിലി വൈഫൊക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് ക്രിയേറ്റഡ് ആയതായിട്ടും കാണിക്കുന്നുണ്ട്. എനിവേസ് ഓവറോൾ നോക്കുമ്പോൾ അവർക്ക് ഒരു ഫാമിലി മൈൻഡ് സെറ്റ്, നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു പോസിറ്റീവ്നെസ്, ഒരു പോസിറ്റിവിറ്റി ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ലൈഫിൽ ഫ്യൂച്ചറിൽ ഒരു ബെറ്റർ ആയിട്ട് ലൈഫ് ബിൽഡ് ചെയ്ത് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരു ഈഗോ ഉള്ള ആറ്റിറ്റ്യൂഡാണ്. അവർക്ക് ഒരുപാട് ഫൈറ്റ് ചെയ്യണം ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കുന്നത്. ഒരുപാട് ഫൈറ്റ് ചെയ്യണം എന്ന് കാണിക്കുന്നുണ്ട്. മേ ബി റിലീജിയൻ ഇഷ്യൂസ് ഉണ്ടാവാം, ഫാമിലി ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ മേ ബി അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് പോയിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, നല്ല ഇമോഷണലി ഡിസ്റ്റന്റ് ആയിട്ടുണ്ടാവാനുള്ള സാഹചര്യം. അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, റിലേഷൻഷിപ്പ് കാരണം ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ റിലേഷൻഷിപ്പിന്റെ അകത്ത് ഏഞ്ചൽസ് വർക്കിംഗ് ആണെന്ന് എനിക്ക് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ റൈറ്റ് നൗ ദേ ഫീൽ സ്റ്റക്ക്. അവർക്ക് സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയുന്നില്ല. അങ്ങനെയാണ് എനിക്കിവിടെ കാണുന്നത്. എന്തായാലും നമുക്ക് അവരുടെ ഹിഡൻ മെസ്സേജസ് ഒന്ന് ഒറാക്കിൾസ് എടുത്ത് ചെക്ക് ചെയ്യാം. മദർ യൂണിവേഴ്സ്, ഇവരുടെ പേഴ്സൺ ഇവരെ കുറിച്ചിട്ട് ഫീൽ ചെയ്യുന്ന ഹിഡൻ മെസ്സേജസ് ഫ്രം മൈ വ്യൂവേഴ്സ്, അവരുടെ പേഴ്സന്റെ അടുത്തുനിന്ന് ഹിഡൻ മെസ്സേജസ് ഫ്രം ദ പേഴ്സൺ. Okay, finding out the truth crushed me. I feel you even though we are apart. ഇവിടെ അവർക്ക് എന്തൊക്കെയോ റിയലൈസേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ മേ ബി ട്രൂത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള ട്രൂത്ത് തന്നെ ആവണമെന്നില്ല. മേ ബി എന്തെങ്കിലും റിയലൈസേഷൻസ് ആയിരിക്കാം റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, നിങ്ങൾക്കും വിഷമം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ അവരുടെ ഫീലിംഗ് എടുത്ത് നോക്കുന്നതുകൊണ്ടാകട്ടെ അവരുടെ വ്യൂ പോയിന്റ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊരു ബെറ്റർ പേഴ്സൺ ആവുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ തെറ്റെന്തോ ആയിരുന്നു, പക്ഷെ നിങ്ങളെ അവര് ബ്ലെയിം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഓവറോൾ എനർജി നിങ്ങൾക്ക് റിവേഴ്സ് ആയിട്ടായിരിക്കുമല്ലേ കാണാം. ഫൈൻഡിങ് ഔട്ട് ദ ട്രൂത്ത് ക്രഷ്ഡ് മീ, ജസ്റ്റ് ബീയിങ് നിയർ യു വാസ് ഇൻടോക്സിക്കേറ്റിംഗ്, ഐ ആം ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ. അതുപോലെ തന്നെ ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് ഐ ബ്ലെയിംഡ് യു. ഇങ്ങനെയാണ് കാണുന്നത്.
പിന്നെ ഓവറോൾ വന്നിരിക്കുന്ന കാർഡ്സ് മിക്കവർക്കും കാണുമെന്നുള്ളവരായിരിക്കും അല്ലെ, കാർഡ്സ് എല്ലാം കൂടെ കാണിക്കുന്നത് പാടാം. അതുകൊണ്ടാണ് ഇവിടെ 10 of Cups എനിക്ക് കാണുന്നുണ്ട്. അതിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് സണ്ണും അതിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് 3 of Pentacles ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് അവർക്കൊരു ബോണ്ടിങ് ഉണ്ട്, ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം മൈറ്റ് ബി അവരുടെ ഫാമിലി ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കാനുള്ള ചാൻസും ഉണ്ട്. ഇവിടെ എനിക്ക് കിങ് ഓഫ് വോൺസും അതിന്റെ കൂടെ 7 of Wands അതിന്റെ കൂടെ 6 of Swords വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേ ബി അവർക്ക് ഈഗോ ഉള്ള ഒരാളായിരിക്കാം. അവരൊരുപാട് ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സ്ട്രഗിൾസ് സ്വന്തമായിട്ടുണ്ട്. അവർ ഇമോഷണലി ഇപ്പൊ ഗാർഡഡ് ആണ്. നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ മിക്കവർക്കും പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് ആൻഡ് ഗെറ്റ് എ ഗൈഡൻസ് കേട്ടോ. ഇവിടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കാണുന്നത് Ace of Swordsഉം ഹാങ്ഡ് മാനും ടെമ്പറൻസും ആണ്. അവര് ബാലൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്, പക്ഷെ അവർക്ക് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ക്ലാരിറ്റി ഇതിൻ്റെ അകത്ത് വരും കേട്ടോ. ഒരു കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് കാണുന്നത്. സോ നിങ്ങൾക്ക് റെസണേറ്റഡ് ആയെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തായാലും നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ എനിക്ക് B6 കേട്ടോ, B6 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നെയിം എൻ്റെ മൈൻഡിൽ വരുന്നുണ്ട്. ബ്രൂസ് എന്നോ ബ്രൂസ്ലി കൈൻഡ് ഓഫ് എന്തോ ഒരു പേര് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരുന്നുണ്ട്. എന്ത് പേരാന്ന് എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല. എനിവേ B6 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നെയിം ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എനിക്ക് രാജസ്ഥാൻ എന്ന് കാണിക്കുന്നുണ്ട്. 42 കേട്ടോ, 42 അല്ലെങ്കിൽ 24. ഇറാഖ് എന്ന് കാണുന്നുണ്ട്. പ്രമോദ് എന്നൊരു പേര് കേട്ടോ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. പ്രമോദ്, പ്രീത, പ്രീജ, പ്രിൻസി, പ്രിയങ്ക എന്റെ പേര് തന്നെയാണ്. എനിവേസ് ദാറ്റ് കെയിം ഔട്ട്. ജോർദാൻ എന്നൊരു സ്ഥലം കാണിക്കുന്നുണ്ട് കേട്ടോ. റിയാന, ഷിഫാന, റിയാന, ഇമിഷ കേട്ടോ. ഇന്ത്യ എന്ന് കാണിക്കുന്നുണ്ട്. എനിവേ നമ്മൾ ഇന്ത്യൻസ് ആണ്. അലി കേട്ടോ, അലി. ഇവിടെ എനിക്ക് ഏപ്രിൽ എന്നൊരു മന്ത് കാണുന്നുണ്ട്. ഗോവ, നെക്സ്റ്റ് 90 അല്ലെങ്കിൽ നമ്പർ 9, 9090. ഡിപ്ലോമ, മേ ബി നിങ്ങൾ ഡിപ്ലോമ പഠിക്കുന്നുണ്ടാവാം. അവരുടെ എഡ്യൂക്കേഷൻ ഡിപ്ലോമ ആയിരിക്കാം. യു മൈറ്റ് ബി ഡിപ്ലോമ ഹോൾഡർ. ഇസ്രയേൽ എന്ന് കാണിക്കുന്നുണ്ട്. ഇസ്രയേൽ. അതുപോലെ ഇസ്രയേൽ എന്ന് കേട്ടപ്പോഴാണ് ജാൻസി എന്നൊരു പേര് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. ജാൻസി, ജമീല, ജിന്ദ. ഡിസംബർ എന്ന മന്ത് വന്നിട്ടുണ്ട്. 49 അല്ലെങ്കിൽ 94. സജീന, മേഘാലയ, ഈജിപ്റ്റ്, ന്യൂസിലൻഡ് കേട്ടാ. ഇത്രയാണ് ക്ലൂസ് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഒരുപാട് സ്നേഹം. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷം. കമന്റ്സ് ഇടുന്നതിലൊക്കെ സന്തോഷം. നിങ്ങളുടെ കമന്റ്സ് മിക്കവരെയും കാണാറുണ്ട്, പക്ഷെ എല്ലാം കൂടെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തതുകൊണ്ടാണ് റിപ്ലൈ തരാറുള്ളത്. പറ്റുന്നതൊക്കെ റിപ്ലൈ തരാൻ കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.